ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ സീസണിലെ ആദ്യത്തെ ഹോം മത്സരം ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുകയാണ്. എതിരാളികൾ മുംബൈ സിറ്റി FC ആണ്. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിവാദ സംഭവങ്ങൾ ഇന്നലെ നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ ഒരു താൽക്കാലിക പരിഹാരമായിട്ടുണ്ട്. ഇന്നത്തെ മത്സരം നടക്കും എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒഫീഷ്യലായിക്കൊണ്ട് അറിയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇന്നലെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് കൊച്ചിയിൽ ഇന്നലെ കനത്ത മഴയായിരുന്നു. ഈ മഴയത്ത് സ്റ്റേഡിയത്തിന്റെ മേൽക്കൂര ചോർന്നൊലിക്കുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതായത് മേൽക്കൂരയിൽ വലിയ ഒരു ഹോളുണ്ട്, ലീക്കുണ്ട്. അതിന്റെ ഒരു ഫലമായി കൊണ്ട് സ്റ്റേഡിയത്തിനകത്ത് വെള്ളച്ചാട്ടം എന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു ചോർന്നൊലിക്കലാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നപ്പോൾ സ്റ്റേഡിയം നവീകരണം ചെയ്ത ടീമിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ലഭിക്കുന്നത്. അതായത് അർജന്റീനയുടെ വരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ടർ TV ഏകദേശം 70 കോടി രൂപയോളം ചിലവഴിച്ചുകൊണ്ടുള്ള നവീകരണ പ്രവർത്തനങ്ങൾ കൊച്ചി സ്റ്റേഡിയത്തിൽ നടത്തി എന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ ഇത്രയും വലിയ ഒരു ചോർച്ചയുടെ വീഡിയോ ഇപ്പോൾ പുറത്തേക്ക് വന്നപ്പോൾ എവിടെയാണ് നിങ്ങൾ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്ന ഒരു ചോദ്യം അവിടെ ബാക്കിയാണ്. ഏതായാലും സ്റ്റേഡിയത്തിനകത്തെ വെള്ളച്ചാട്ടം ഇപ്പോൾ വലിയ രൂപത്തിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇന്നത്തെ മത്സരത്തിന് മുന്നേ അത് പരിഹരിക്കപ്പെടുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഏതായാലും മറ്റൊരു റൂമർ കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ഇങ്ങനെ പോയാൽ കേരള ബ്ലാസ്റ്റേഴ്സ് കേരളം വിടാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാനാവില്ല എന്നാണ് പലരുടെയും അഭിപ്രായം. കാരണം അത്രയേറെ പ്രതിസന്ധിയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്സിന്റെ ഇരയാവേണ്ടി വരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഭാവിയിൽ കേരളം വിടാനുള്ള സാധ്യതകൾ ഏറെയാണ്. പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥർ അത് ഹൈദരാബാദിൽ നിന്നുള്ളവരാണ്. അവർക്ക് ഹൈദരാബാദിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. മാത്രമല്ല കേരളത്തിൽ എവിടെ കളിച്ചാലും, അഥവാ കോഴിക്കോട്ടാണെങ്കിലും അതുപോലെ തന്നെ മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. കാരണം അതോറിറ്റികൾ നിരന്തരമായി കൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെ വേട്ടയാടുന്നു. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഈ ക്ലബിൽ നിന്നും പിൻവാങ്ങാനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. ഒരുപക്ഷെ ഭാവിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കേരളം വിട്ടു പോയേക്കാം. അതല്ലെങ്കിൽ അടച്ച് പൂട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും ഇത് നയിച്ചേക്കാം എന്നുള്ളതാണ്. ഇതൊക്കെ ആരാധകർക്കിടയിൽ ആശങ്ക നൽകുന്ന കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.